ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യൻ സിനിമയുടെ എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്ന നടനാണ് കമൽഹാസൻ. തന്റെ ജീവിതത്തിന്റെ പകുതിയിലധികവും സിനിമയ്ക്ക് വേണ്ടി ചെലവഴിച്ച കമൽഹാസന് ആദ്യമായി നായകനാക്കിയത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കമൽഹാസൻ എപ്പോഴും ഡിഫറന്റായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. നായകനായി നിന്നാൽ തന്റെ കൂടെയുള്ള ആർക്കും സ്കോർ ചെയ്യാൻ പറ്റാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കമൽഹാസൻ വില്ലൻ വേഷം ചെയ്തപ്പോഴും ഓഡിയൻസിനെ ഞെട്ടിച്ചിട്ടേയുള്ളൂ. നായകനായി കത്തി നിൽക്കുന്ന സമയത്ത് മുഴുനീള വില്ലൻ വേഷം ചെയ്ത് ഇൻഡസ്ട്രിയെ മൊത്തം ഞെട്ടിച്ച താരമാണ് കമൽഹാസൻ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കമൽഹാസൻ തകർത്ത് അഭിനയിച്ച് നമ്മളെയൊക്കെ ഞെട്ടിച്ച വില്ലൻ വേഷങ്ങൾ ഏതൊക്കെയെന്നതാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക. 1. സിഗപ്പ് രോജാക്കൾ. 1978 ഭാരതിരാജയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിഗപ്പ് രോജാക്കൾ എന്ന ചിത്രത്തിൽ കമൽഹാസൻ മുഴുനീള നെഗറ്റീവ് കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയെ ഞെട്ടിച്ച രാമൻ രാഘവ് എന്ന സൈക്കോ കില്ലറിന്റെ കഥയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഭാരതിരാജ എന്ന സംവിധായകൻ ഈ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത്. സ്ത്രീകളുമായി റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട ശേഷം അവരെ കൊല്ലുന്ന ദിലീപ് എന്ന സൈക്കോ കില്ലറിന്റെ ക്യാരക്ടർ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ച കമൽഹാസന് ആ വർഷത്തെ മികച്ച നടൻ എന്ന കാറ്റഗറിയിൽ ഈ ചിത്രത്തിലൂടെ ഫിലിം ഫെയർ അവാർഡ് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 2. ആളവന്താൻ. 2001 സുരേഷ് കൃഷ്ണയുടെ സംവിധാനത്തിൽ കമൽഹാസൻ വീണ്ടും നെഗറ്റീവ് റോൾ ചെയ്ത ഒരു കഥാപാത്രമായിരുന്നു നന്ദു എന്ന കഥാപാത്രം. കമൽഹാസൻ തിരക്കഥ എഴുതിയ ഈ ചിത്രത്തിലെ നന്ദു എന്ന ഈ കഥാപാത്രം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച സൈക്കോ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. നോക്കിലും വാക്കിലും വില്ലനിസം നിഴലിക്കുന്ന നന്ദുവിന്റെ മാനറിസങ്ങൾ കമൽഹാസൻ ചെയ്ത് ഫലിപ്പിച്ച വിധം വളരെ അപ്രീഷിയേറ്റബിൾ ആണ്. ഫിനാൻഷ്യലി ഈ ചിത്രം ആ കാലത്ത് നിരാശയാണ് നൽകിയതെങ്കിലും അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ ചിത്രം നല്ല പോലെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നും ഒരു കൾട്ട് ക്ലാസിക്കായി വാഴ്ത്തുന്ന ഈ ചിത്രം കമൽഹാസന്റെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായി കരുതപ്പെടുന്നു. 3. ദശാവതാരം. 2008 KS രവികുമാറിന്റെ സംവിധാനത്തിൽ കമൽഹാസൻ തിരക്കഥ എഴുതി പുറത്തിറങ്ങിയ ഒരു ചിത്രമായിരുന്നു ദശാവതാരം. ലോക സിനിമയെ തന്നെ അത്ഭുതപ്പെടുത്തിയ ദശാവതാരത്തിൽ 10 ഡിഫറന്റ് വേഷങ്ങൾ കമൽഹാസൻ ചെയ്ത് ഞെട്ടിച്ചപ്പോൾ അതിലൊന്ന് വില്ലൻ കഥാപാത്രമായിരുന്നു. പുരാണത്തിലെ പരശുരാമനിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ട് സൃഷ്ടിച്ച ഫ്ലെച്ചർ എന്ന കഥാപാത്രത്തെ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല. ഈ ചിത്രത്തിൽ കമൽഹാസൻ അവതരിപ്പിച്ച ഗോവിന്ദ് എന്ന കഥാപാത്രത്തെ തന്റെ ബോസിന്റെ നിർദ്ദേശപ്രകാരം പിന്തുടരുന്ന ഫ്ലെച്ചർ എന്ന കഥാപാത്രത്തെ യാതൊരു മടുപ്പും കൂടാതെ കണ്ടിരിക്കത്തക്ക രീതിയിലാണ് കമൽഹാസൻ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വന്തം മരണം സ്വയം നടപ്പിലാക്കിയ ഈ ചിത്രത്തിലെ വില്ലനായ ഫ്ലെച്ചർ ഒരിടത്തുപോലും നായകന്റെ മുന്നിൽ തോൽക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. 4. കൽക്കി 2898 AD. വർഷങ്ങൾക്ക് ശേഷം മഹാഭാരതവും ഫ്യൂച്ചറും തീമാക്കി നാഗ് അശ്വിൻ കൽക്കി എന്ന ബ്രഹ്മാണ്ഡ ചിത്രം ഒരുക്കിയപ്പോൾ വെറും മിനിറ്റുകൾ മാത്രമുള്ള വില്ലൻ വേഷം ചെയ്തുകൊണ്ട് കമൽഹാസൻ വീണ്ടും ഇൻഡസ്ട്രിയെ മൊത്തം ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നശിക്കാറായ ഭൂമിയെയും എല്ലാ റിസോഴ്സുകളും കൈക്കലാക്കിയ കോംപ്ലക്സ് എന്ന നഗരം ഭരിക്കുന്ന സുപ്രീം യാസ്കിൻ എന്ന കഥാപാത്രം സിനിമയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതല്ല. കൽക്കിയുടെ 2ാം ഭാഗത്തിൽ യാസ്കിൻ എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ വിശ്വരൂപം കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന ഹിന്റ് നൽകിക്കൊണ്ടാണ് കൽക്കി എന്ന ചിത്രം അവസാനിക്കുന്നത്. ഇത്രയും ചിത്രങ്ങളാണ് കമൽഹാസൻ തകർത്ത് അഭിനയിച്ച് പുറത്തിറങ്ങിയ വില്ലൻ വേഷങ്ങൾ. ഇതിൽ ഏതെങ്കിലും ക്യാരക്ടർ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു കമന്റായി മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങളെ വേറൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ bye, take care, keep supporting us. Thank you.